ഹായ് ഫ്രണ്ട്സ്, 4ാം ക്ലാസ്സിലെ മലയാളത്തിന്റെ ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ആദ്യത്തെ പ്രവർത്തനം കൂട്ടുകാർ നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും അറിയുന്ന 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. കേരളത്തിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി. പൊന്നു വിളയുന്ന നെൽപ്പാടങ്ങളുടെയും താളം പിടിക്കുന്ന കരിമ്പന കൂട്ടങ്ങളുടെയും ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് പോത്തുണ്ടി വഴി ഇവിടെ എത്താം. മണ്ണുകൊണ്ട് നിർമ്മിച്ച അപൂർവം അണക്കെട്ടുകളിൽ ഒന്നായ പോത്തുണ്ടിയിൽ ചെറിയൊരു പാർക്കും ബോട്ടിംഗ് സൗകര്യവുമുണ്ട്. വളഞ്ഞു പൊളഞ്ഞു പോകുന്ന റോഡിലൂടെയുള്ള കാനനയാത്ര ഏറെ ഹൃദ്യമാണ്. പ്രസിദ്ധമായ ഓറഞ്ച് തോട്ടത്തിലൂടെ സഞ്ചരിച്ചാൽ സീതാർകുണ്ടിലെ വ്യൂ പോയിന്റിൽ എത്താം. അവിടെ നിന്ന് നോക്കുമ്പോൾ വിശാലമായ നെൽപ്പാടങ്ങൾ പുൽമെത്തയായും വൻമരങ്ങൾ ചെറുചെടികളായും വീടുകളും കെട്ടിടങ്ങളും കളിവീടുകളായും വലിയ ഡാമുകൾ ചെറുകുളങ്ങളായും ഒരു ചിത്രത്തിൽ എന്ന പോലെ കാണാം. സന്ധ്യയോടടുപ്പിച്ച് സീതാർകുണ്ടിനോട് വിട പറയുമ്പോൾ തുഷാര ബിന്ദുക്കൾ ചൂടിയുള്ള മരങ്ങൾ വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് നമ്മിലുണ്ടാക്കുക. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന മനോഹരമായ ഈ പ്രദേശം തീർച്ചയായും കാണേണ്ടതു തന്നെയാണ്. വിവരണം വായിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, പോത്തുണ്ടിയിൽ എത്തുന്നതിനു മുൻപ് എന്തെല്ലാം സുന്ദരമായ കാഴ്ചകളാണ് കാണുന്നത്? എ, പൊന്നു വിളയുന്ന നെൽപ്പാടങ്ങളും താളം പിടിക്കുന്ന കരിമ്പന കൂട്ടങ്ങളും. ബി, മണലാരണ്യവും ഈന്തപ്പനകളും. സി, തിരയടിക്കുന്ന കടലും മണൽത്തട്ടിൽ ആർത്തുല്ലസിക്കുന്ന കുട്ടികളും. ഡി, പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന മഞ്ഞുമലകൾ. ഏതാണ് ഉത്തരം? പൊന്നു വിളയുന്ന നെൽപ്പാടങ്ങളും താളം പിടിക്കുന്ന കരിമ്പന കൂട്ടങ്ങളും. രണ്ടാമത്തെ ചോദ്യം, മഞ്ഞ് എന്നതിനു പകരം ഉപയോഗിച്ചിരിക്കുന്ന പദമേതാണ്? എ, മരം. ബി, നയനം. സി, തുഷാരം. ഡി, സുന്ദരം. ഏതാണ് ഉത്തരം? തുഷാരമാണ് അല്ലേ? മൂന്നാമത്തെ ചോദ്യം, നെല്ലിയാമ്പതി ഏതു പേരിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഏതു പേരിലാണ്? പാവങ്ങളുടെ ഊട്ടി. നാലാമത്തെ ചോദ്യം, ഈ വിവരണത്തിന് അനുയോജ്യമായ തലക്കെട്ട് നൽകൂ. പാവങ്ങളുടെ ഊട്ടി എന്ന് നമ്മൾക്ക് വിവരണത്തിന് തലക്കെട്ട് നൽകാമല്ലോ. ഇതേപോലെ കൂട്ടുകാരുടെ മനസ്സിൽ വരുന്ന ഒരു തലക്കെട്ട് ഈ വിവരണത്തിന് നൽകാൻ ശ്രമിക്കുമല്ലോ. അഞ്ചാമത്തെ ചോദ്യം, സീതാർകുണ്ടിലെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ എന്തെല്ലാമാണ്? പുൽമെത്ത പോലെ വിശാലമായ നെൽപ്പാടങ്ങൾ, ചെറുചെടികൾ പോലെ വൻമരങ്ങൾ, കളിവീടുകൾ പോലെ വീടുകളും കെട്ടിടങ്ങളും, ചെറുകുളങ്ങൾ പോലെ വലിയ ഡാമുകൾ. പ്രവർത്തനം 2, കവിതയെ സംഭാഷണമാക്കാം. താഴെ ഒരു കവിത നൽകിയിട്ടുണ്ട്. എന്താണ് കവിത എന്ന് നമ്മൾക്ക് വായിച്ചു നോക്കാം. വടിയും കുത്തി കൂനിക്കൂടി എവിടെ പോണു വല്യമ്മേ, പൊന്നോണത്തിന് പൂക്കളിറുക്കാൻ കുന്നിൻ ചെരുവിൽ കുട്ടിയോളെ, കുന്നു കിഴക്കാണല്ലോ പിന്നെ എന്തേ പോണു പടിഞ്ഞാട്ട്, കണ്ണിനു തിമിരം പിടിപെട്ടതിനാൽ ഒന്നും കാണാൻ വയ്യല്ലോ. കവിത വായിച്ചല്ലോ. വല്യമ്മയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണം എഴുതൂ. കവിതയിലുള്ളതിനു പുറമെ എന്തെല്ലാമായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? കൂട്ടിച്ചേർത്ത് സംഭാഷണം പൂർത്തിയാക്കൂ. താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം നമ്മൾക്കൊന്ന് പൂർത്തിയാക്കി നോക്കാം. കുട്ടി എന്താണ് ചോദിക്കുന്നത്? വടിയും കുത്തി കൂനിക്കൊണ്ട് വല്യമ്മ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ വല്യമ്മ എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? പൊന്നോണത്തിന് പൂക്കളിറുക്കാൻ കുന്നിൻ ചെരുവിലേക്ക് പോവാ. അപ്പോൾ കുട്ടി എന്താണ് ചോദിക്കുന്നുണ്ടാവുക? കുന്ന് കിഴക്കാണല്ലോ, പിന്നെന്തിനാ പടിഞ്ഞാട്ട് പോകുന്നേ? അപ്പോൾ വല്യമ്മ, അയ്യോ കണ്ണിനു തിമിരം പിടിച്ചിട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ കുട്ടി എന്താണ് പറയുന്നത്? സാരമില്ല, കുന്നിൻ ചെരുവിൽ പോകാൻ ഞാൻ വല്യമ്മയെ സഹായിക്കാം. അപ്പോൾ വല്യമ്മ എന്താണ് ചോദിക്കുന്നത്? കുട്ടിയോളും അങ്ങോട്ടാണോ പോകുന്നത്? അപ്പോൾ കുട്ടി എന്താ പറയുന്നത്? വല്യമ്മയുടെ കൂടെ പോന്നാൽ എനിക്കും കുറച്ച് പൂക്കൾ ഇറുക്കാലോ. അപ്പോൾ വല്യമ്മ, ഹഹ അതു ശരിയാ. അപ്പോൾ കുട്ടി എന്താ പറയുന്നത്? എന്നാൽ എന്റെ കയ്യിൽ പിടിച്ചോളൂ വല്യമ്മേ, നമുക്ക് പോകാം. പ്രവർത്തനം 3, പത്രവാർത്ത തയ്യാറാക്കാം. വേനൽ കടുത്തതോടെ ചിറ്റൂരിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി. കുടിക്കാനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും വെള്ളമില്ലാതെ ജനങ്ങൾ വലയുകയാണ്. പക്ഷികളും മറ്റു ജീവജാലങ്ങളും തളർന്നു വീഴുകയാണ്. പലയിടങ്ങളിലെയും സ്ഥിതി ഇതുപോലെയാണ്. ഈ വിഷയം ഒരു പത്രവാർത്തയായി എഴുതൂ. പത്രവാർത്ത എഴുതുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു തലക്കെട്ടു നമ്മൾ നൽകണം. പിന്നീട് എവിടെയാണ് നടക്കുന്നത് എന്ന് സ്ഥലവും നമ്മൾ സൂചിപ്പിക്കണം. പിന്നീടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം എഴുതേണ്ടത്. ഇത് വെച്ച് നമ്മൾക്കൊരു പത്രവാർത്ത തയ്യാറാക്കി നോക്കാം. കുടിവെള്ളക്ഷാമം രൂക്ഷം.
ചിറ്റൂർ. വേനൽ കടുത്തതോടെ ചിറ്റൂരിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി. കുടിക്കാനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും വെള്ളമില്ലാതെ ജനങ്ങൾ വലയുകയാണ്. പക്ഷികളും മറ്റു ജീവജാലങ്ങളും തളർന്നു വീഴുകയാണ്. പലയിടങ്ങളിലെയും സ്ഥിതി ഇതുപോലെയാണ്. എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ കടുത്ത ദുഃഖമായിരിക്കും നേരിടേണ്ടി വരിക എന്നാണ് ജനങ്ങൾ പറയുന്നത്. പ്രവർത്തനം 4. കത്തെഴുതാം. അമ്മയെ നോക്കൂ, പത്രത്തിൽ മേഴ്സിയുടെ ചിത്രം. അമ്മു വിളിച്ചു പറഞ്ഞു. നോക്കട്ടെ മോളെ, എന്താ കാര്യം? അവൾക്ക് സംസ്ഥാന കായികമേളയിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നു. മോള് പറഞ്ഞു. കൂട്ടുകാരെ, മേഴ്സിയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു അനുമോദന കത്ത് തയ്യാറാക്കൂ. കത്തെഴുതുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആദ്യം തന്നെ തീയതിയും സ്ഥലവും നൽകണം. പിന്നീടാണ് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത്. ഇവിടെ നൽകിയിരിക്കുന്ന ഉദാഹരണം നോക്കൂ. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലവും തീയതിയും അവിടെ നൽകാം. പ്രിയപ്പെട്ട മേഴ്സി, നിനക്ക് സുഖമാണോ? എനിക്കിവിടെ സുഖം തന്നെ. സംസ്ഥാന കായികമേളയിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ നീ 1ാം സ്ഥാനം നേടിയ വിവരം ഞാൻ അറിഞ്ഞു. നിന്റെ ഫോട്ടോ പത്രത്തിൽ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. നീ നമ്മുടെ സ്കൂളിന്റെ അഭിമാന താരമാണ്. നിന്നെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. അമ്മയുടെ ആശംസകൾ നിന്നോട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭാവിയിലും മികച്ച വിജയങ്ങൾ നേടി നമ്മുടെ നാടിന്റെ അഭിമാന താരമാവാൻ നിനക്ക് സാധിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. സ്നേഹപൂർവ്വം, നിന്റെ കൂട്ടുകാരി അമ്മു. പ്രവർത്തനം 5. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. താഴെ നോക്കൂ. പഴശ്ശിരാജയുടെ ചിത്രവും കുറച്ച് സൂചനകളുമാണ് നൽകിയിരിക്കുന്നത്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്ന സൂചനകൾ? ജനനം 1753 ജനുവരി 3. കേരള സിംഹം. ഒളിപ്പോർ യുദ്ധതന്ത്രം. മരണം 1805 നവംബർ 30. പഴശ്ശിരാജാവിന്റെ സ്മാരകം വയനാട്ടിലെ മാനന്തവാടിയിൽ. കോട്ടയം രാജ്യത്തെ നികുതി പിരിവിനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയിൽ നിന്നും എടുത്തുമാറ്റി അദ്ദേഹത്തിന്റെ അമ്മാവനു നൽകി. കോട്ടയം രാജവംശത്തിലെ രാജാവ്. ബ്രിട്ടീഷുകാരെ ദീർഘകാലം വിറപ്പിച്ച ധീരദേശാഭിമാനി. മുഴുവൻ പേര് കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയെക്കുറിച്ചുള്ള സൂചനകൾ വായിച്ചല്ലോ. അദ്ദേഹത്തിന്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കൂ. നൽകിയിരിക്കുന്ന സൂചനകളെല്ലാം വെച്ച് നമ്മൾക്ക് പഴശ്ശിരാജയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കി നോക്കാം. പഴശ്ശിരാജ 1753 ജനുവരി 3 കണ്ണൂരിലാണ് പഴശ്ശിരാജ ജനിച്ചത്. കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ബ്രിട്ടീഷുകാരെ ദീർഘകാലം വിറപ്പിച്ച ധീരദേശാഭിമാനിയായിരുന്ന അദ്ദേഹം കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു. കുതന്ത്രങ്ങൾക്കും വിശ്വാസവഞ്ചനകൾക്കും ദുഷ്ടഭരണ പരിഷ്കാരങ്ങൾക്കും എതിരെ പഴശ്ശി ഒളിപ്പോർ യുദ്ധത്തിലൂടെ പടപൊരുതി. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ പരിഗണിച്ച് ഇദ്ദേഹത്തെ വീരകേരള സിംഹം എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. ബ്രിട്ടനുമായുള്ള അവസാന കരാറിലൂടെ പഴശ്ശി അവരുമായുള്ള ബന്ധം അവസാനിപ്പിച്ചപ്പോൾ കോട്ടയം രാജ്യത്തെ നികുതി പിരിവിനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയിൽ നിന്നും എടുത്തുമാറ്റി അദ്ദേഹത്തിന്റെ അമ്മാവന് നൽകി. 1805 നവംബർ 30 മാവിലത്തോട്ടിൻ തീരത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് പഴശ്ശിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പ്രവർത്തനം 6. വർണ്ണിച്ചെഴുതാം. സിന്ദൂര പൊട്ടുപോലെ പടിഞ്ഞാറ് സൂര്യൻ മറയുകയാണ്. ചെമ്പട്ടുകൊണ്ടുള്ള ആകാശപ്പന്തൽ. സന്ധ്യാനേരത്തുള്ള പ്രകൃതിയെ കാണാൻ എന്തു രസമാണല്ലേ. പ്രകൃതിയുടെ വിസ്മയ കാഴ്ചകൾ വർണ്ണിച്ചെഴുതൂ. പ്രകൃതിയുടെ വിസ്മയ കാഴ്ചകളെ കുറിച്ച് നമ്മൾക്കൊന്ന് വർണ്ണിച്ചെഴുതി നോക്കാം. കിഴക്കിന്റെ മുഖത്ത് കുങ്കുമവർണ്ണം പരക്കുകയാണ്. പുൽനാമ്പിലെ മഞ്ഞുകണങ്ങൾ സൂര്യകിരണങ്ങൾ ഏറ്റ് തിളങ്ങുന്നു. സുഗന്ധത്തിന്റെ ലഹരിയിൽ തളിരണിഞ്ഞു നിൽക്കുന്ന മരങ്ങളെ തലോടി തളരുന്ന കുളിർക്കാറ്റ്. തേൻ തുളുമ്പുന്ന പൂക്കൾക്ക് ചുറ്റും മൂളിപ്പറക്കുന്ന വണ്ടുകൾ. തളിരണിഞ്ഞ് ചെറുചില്ലകളാട്ടി നൃത്തം ചെയ്യുന്ന വള്ളിച്ചെടികൾ. വരിവരിയായി നിൽക്കുന്ന മലനിരകൾ. പച്ചപ്പട്ടു വിരിച്ച കുന്നുകളും പുൽമേടുകളും. അവയ്ക്ക് മുകളിലായി പഞ്ഞിക്കെട്ടുകൾ പോലെ നീങ്ങുന്ന മേഘക്കൂട്ടങ്ങൾ. തല ഉയർത്തി നിൽക്കുന്ന വൻമരങ്ങളും അവയ്ക്കിടയിൽ കൊച്ചു സസ്യങ്ങളും നിറഞ്ഞ വലിയ കാടുകൾ. ആനയും മാനും പുലിയുമെല്ലാം സ്വതന്ത്രമായി വിഹരിക്കുന്ന ഇടം. മൂളിപ്പാട്ടും പാടി ഒഴുകുന്ന കാട്ടാറുകളും അരുവികളും. പല വർണ്ണക്കുടകൾ നിവർത്തിയതുപോലെ പൊയ്കകളിൽ നിറഞ്ഞു നിൽക്കുന്ന താമരയും ആമ്പലും. നാനാവർണ്ണങ്ങളിലുള്ള ഉടുപ്പിട്ട കിളികൾ മരക്കൊമ്പിലിരുന്ന് വിവിധ പാട്ടുകൾ പാടുന്നു. ചക്കയും മാങ്ങയും പോലെ രുചിയേറുന്ന ഫലങ്ങൾ നിറഞ്ഞ തോട്ടങ്ങൾ. നിറവും മണവും കൊണ്ട് ആരെയും ആകർഷിക്കുന്ന പൂക്കളൊരുക്കിയ പൂന്തോട്ടങ്ങൾ. സ്വർണ്ണക്കതിരണിഞ്ഞ നെൽപ്പാടങ്ങൾ. പറമ്പുകളിൽ മേഞ്ഞു നടക്കുന്ന പശുക്കിടാങ്ങൾ. ഇളം കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന തെങ്ങുകൾ. സിന്ദൂര പൊട്ടുപോലെ പടിഞ്ഞാറ് സൂര്യൻ മറയുകയാണ്. ചെമ്പട്ട് കൊണ്ടുള്ള ആകാശപന്തലിൽ തെളിഞ്ഞു വരുന്ന ചന്ദ്രൻ. അതിന്റെ നിലാവ് വൃക്ഷ
ശിഖരങ്ങൾക്കിടയിലൂടെ പെയ്തിറങ്ങി പാൽനിലാ ചിത്രങ്ങൾ വരച്ചിടുന്നു. നിശാഗന്ധിയുടെ സുഗന്ധവും പാലപ്പൂ മണവും ഇലഞ്ഞിപ്പൂ ഗന്ധവും ഇടവഴികളിലെ നിലാവിനെ അത്തറണിയിക്കുന്നു. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.